Hello viewers, welcome to sugarbiss. അപ്പോൾ ഇന്നൊരു സീ ഫുഡ് റെസിപ്പിയാണ്. എനിക്ക് കുറച്ച് നല്ല ഫ്രഷ് ജംബോ പ്രോൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് സിമ്പിളായിട്ട് വളരെ കുറവ് മസാല വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ പ്രോൺസ് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. താഴെയും മേലെയും രണ്ട് വെയിൻസ് ഉണ്ടാവും. അപ്പോൾ താഴത്തെ ഒരു കത്തി കൊണ്ട് ഒന്ന് വരഞ്ഞിട്ട് ആ വെയിൻസ് എടുത്ത് കളയാം. അതുപോലെ തന്നെ മേലെയുണ്ട് ഒരു വലിയ വെയിൻ ഉണ്ടാവും, അതും ഇതുപോലെ കത്തി കൊണ്ട് വരഞ്ഞിട്ട് എടുത്ത് കളയാം. പിന്നെ ടൈഗർ പ്രോൺസിൻ്റെ തലയിലായിരിക്കും വേസ്റ്റ്. അപ്പോൾ ഈ തലയൊന്നും ഒരു സിസർ വെച്ച് കട്ട് ചെയ്തിട്ട് അതിൻ്റെ വേസ്റ്റ് മുഴുവൻ എടുത്ത് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വയ്ക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ വാലൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മാരിനേഷന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇനി ഇതെല്ലാം കൂട്ടി ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. അപ്പോൾ അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഞാൻ വെളിച്ചെണ്ണയും ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാദ്യം എല്ലാ പൊടികളും ഒരുമിച്ച് കൂട്ടിയിട്ട് വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കാം. 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയും 2 ടേബിൾ സ്പൂൺ വെള്ളം അതുകൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു 650 ഗ്രാം പ്രോൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. ക്ലീനൊക്കെ ചെയ്ത് വന്നപ്പോൾ ഒരു 1/2 കിലോ 500 ഗ്രാമിൻ്റെ അടുത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഒരു 1/2 കിലോൻ്റെ മെഷർമെൻറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടിയാൽ മതി പൊടികളുടെ. അപ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് നന്നായിട്ട് തേച്ച് കൊടുക്കാം. താഴത്തെ ഭാഗത്തൊക്കെ ഉള്ളിലേക്ക് നന്നായിട്ട് മസാല തേച്ച് കൊടുക്കുക. അതുപോലെ മേലത്തെ ഭാഗത്തും തലയുടെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. കണ്ട ഇതുപോലെ തേച്ച് സൈഡിലും തേച്ച് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് മസാല ഉള്ളിലേക്ക് തേച്ച് പിടിപ്പിക്കുക. എന്നാലാണ് ആ പ്രോൺസിൻ്റെ ശരിക്കുള്ള മസാലയുടെ ടേസ്റ്റ് കഴിക്കുമ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ എല്ലാ കൊഞ്ചും ചെയ്തെടുത്തിട്ട് 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മസാലയൊക്കെ നന്നായിട്ട് കൊഞ്ചിൽ പിടിക്കണ വരെ നമുക്കത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി പാനിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. നമ്മൾ ചിക്കൻ അല്ലെങ്കിൽ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതിൻ്റെ 2 റീസണാണ്. ഒന്നാമത്തത് ടേസ്റ്റ് നന്നായി കൂടാൻ വേണ്ടിയിട്ട്. കാരണം കറിവേപ്പില എണ്ണയിൽ നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ ചിക്കനിലും മീനിനൊക്കെ നല്ല ടേസ്റ്റ് കിട്ടും. രണ്ടാമത്തത് ഇൻഡാലിയത്തിൻ്റെയൊക്കെ ഫ്രൈ പാനാണെങ്കിൽ നമ്മൾ മീൻ വറുക്കാൻ അതാ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എണ്ണ ചൂടായി വന്ന് ഈ കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ അത് മീൻ ഒട്ടും അടി പിടിക്കാതെ കിട്ടും. അതിന് വേണ്ടിയിട്ട് നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇൻഡാലിയം അല്ലെങ്കിൽ ഇരുമ്പിൻ്റെയൊക്കെ ചട്ടിയാണെങ്കിൽ ഒട്ടും തന്നെ അടി പിടിക്കാതെ നമുക്ക് നല്ല ക്ലീനായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കണം. ചെറിയ പ്രോൺസൊക്കെ ആണെങ്കിൽ ചെമ്മീനൊക്കെ ആണെങ്കിൽ ഒരു 4 മിനിറ്റൊക്കെ മതി അതിൻ്റെ കുക്കിംഗ് ടൈം. പക്ഷേ ഇത് കുറച്ച് വലിപ്പമുള്ള കാരണം കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഒരു സൈഡിൽ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം. അതിന് ശേഷം തുറന്നിട്ട് ഒന്ന് മറിച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് സൂക്ഷിച്ച് മറിച്ചിടുക. അല്ലെങ്കിൽ ഇത് ഓൾറെഡി വെന്ത കാരണം തന്നെ ആ തലഭാഗത്തെ തോടൊക്കെ പെട്ടെന്ന് വിട്ടുപോരും. അപ്പോൾ ഒന്ന് പതുക്കെ നോക്കിയിട്ട് മറിച്ചിടുക. ഇപ്പോൾ ഞാനിത് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ തലോട് കൂടി വെച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് അതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ അത് എടുത്ത് കളയാം. ചിലവർക്ക് ഈ തലഭാഗം കഴിക്കാനൊന്നും ഇഷ്ടമല്ല. ഞാനിപ്പോൾ ഭംഗിക്ക് വേണ്ടി വെച്ചൊന്നുമില്ല. അല്ലെങ്കിൽ ഞാനും ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് തോടൊന്നും ഇല്ലാതെ തന്നെയാണ് ഞാനും ഫ്രൈ ചെയ്യാറ്. ഇനി ഒരു 5 മിനിറ്റും കൂടി
അടച്ചു വെച്ചിട്ട് സ്ലോ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ അതൊന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് മറിച്ചിടാം. ഒരു 2 മിനിറ്റ് ഒരു സൈഡിലും ഒരു 2 മിനിറ്റ് മറ്റേ സൈഡിലും തിരിച്ച് മറിച്ചിട്ടിട്ട് എടുക്കാം. പിന്നെ നമ്മൾ കൂടുതൽ സമയം ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ചിട്ട് വേവിക്കരുത്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ജ്യൂസിനെസ്സൊക്കെ പോയിട്ട് നല്ല റബ്ബർ പോലെ ആയിരിക്കും കഴിക്കാൻ. അപ്പോൾ ടൈം എപ്പോഴും നോക്കിയിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. എന്നാലാണ് നല്ല പെർഫെക്റ്റായിട്ട് ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ച് കഴിക്കാൻ പറ്റുക. അപ്പോൾ നമ്മുടെ ടൈഗർ പ്രോൺസ് വേവിച്ച് വന്നപ്പോൾ അതൊന്ന് ചുരുങ്ങിപ്പോയി അല്ലേ. അത് നിവർന്ന് നിൽക്കാൻ ഒരു സ്ക്യൂർ ഉള്ളിൽ കൂടെ കുത്തി കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ അതിലൊന്നും കാര്യമില്ല, നമുക്ക് ടേസ്റ്റ് ഉണ്ടായാൽ മതി കഴിക്കാൻ. ഇനി ഒരു 2 മിനിറ്റും കൂടിയും ഈ സൈഡും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ പ്രോൺസ് റെഡിയാവും. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കാം. അങ്ങനെ നമ്മുടെ പ്രോൺസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നല്ല അടിപൊളി ടൈഗർ പ്രോൺസ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ടൈഗർ പ്രോൺസ് കിട്ടിയില്ലെങ്കിൽ സാധാ ചെമ്മീൻ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളല്ലേ, ടേസ്റ്റും അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.